ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. 9ാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഏറെക്കുറെ ഒരു ലാസ്റ്റ് പോർഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളുടെ ലാസ്റ്റ് എക്സർസൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേജ് നമ്പർ 82-ലെ തേർഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ തേർഡ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. അപ്പൊ നേരെ നോക്കിയാലോ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. The product of the larger of two numbers increased by 1 and the smaller decreased by 1 is 540. ഇതേ രീതിയിലാണ് നമ്മുടെ കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പൊ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ വലിയ എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, the product of the larger decreased by 1 and the smaller increased by 1 is 560. What is the product of the numbers themselves? What is the difference? What are the numbers? Okay, ഇത് ഈസി ആണ്, നല്ല ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വേഗം ചെയ്താലോ. എന്താ പറഞ്ഞേക്കുന്നേ, നമുക്കൊരു ലാർജർ നമ്പറും ഉണ്ട്, സ്മോളർ നമ്പറും ഉണ്ട്. അത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ലാർജർ നമ്പറിനെ എക്സ് ആയിട്ട് എടുക്കും. ലാർജർ നമ്പർ ഏതാണ് നമുക്കറിയത്തില്ലാത്തതുകൊണ്ട് അതിനെ എക്സ് ആയിട്ട് എടുക്കും. സ്മോളർ നമ്പറിനെ എന്തായിട്ട് എടുക്കും? വൈ ആയിട്ട് എടുക്കും. സ്മോളർ നമ്പറിനെ വൈ ആയിട്ട് എടുക്കും. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നേ? പ്രോഡക്റ്റ് ഓഫ് എന്തിന്റെയോ പ്രോഡക്റ്റ്. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് എന്തിന്റെയൊക്കെ? ആദ്യത്തെ നമ്പർ പ്രോഡക്റ്റ് ഓഫ് 2 numbers increased by 1 and the smaller decreased by 1. larger number increased by 1, അതായത് x increased by 1. അതുപോലെ smaller number decreased by 1, y minus 1. ഇവരുടെ പ്രോഡക്റ്റ് ആണ് എത്ര? 540. ഓക്കെ, നമുക്കൊരു ലാർജർ നമ്പറും സ്മോളർ നമ്പറും ഉണ്ട്. The product of larger number increased by 1 and smaller number decreased by 1 is 540. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. രണ്ടാമത്തേതിലോ, ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് the product of larger number decreased by 1, larger number decreased by 1 and smaller number increased by 1. ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 560 ആണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആള്. അങ്ങനെയെങ്കിൽ നമ്മളോട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ദംസെൽവ്സ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എത്രയാണ്? നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാ? എക്സും വൈയും. അവരുടെ പ്രോഡക്റ്റ്, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് വൈ അല്ലെങ്കിൽ എക്സ് ഇൻറ്റു വൈ ആണ്. രണ്ടാമത്തേതോ വാട്ട് ഈസ് ദ ഡിഫറൻസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സിന്റെയും വൈന്റെയും ഡിഫറൻസ് എത്രയാണ്, അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ എത്രയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ നമ്പേഴ്സ്, അതായത് എക്സ് എത്രയാണ്, വൈ എത്രയാണ്. ഇത് മൂന്നെണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്മൾ ഇതിന് മുമ്പിലത്തെ എക്സർസൈസിൽ കുറെ ചെയ്തിട്ടുണ്ട്, ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് നമ്മളെ തോപ്പിക്കാനൊന്നും ആർക്കും പറ്റത്തില്ല, നമ്മൾ വേഗം കണ്ടുപിടിക്കും അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം എന്തായിരിക്കും ചെയ്യേണ്ടത്? നമ്മുടെ 2 ഇക്വേഷനും ഒന്ന് എക്സ്പാൻഡ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്തേ മക്കളെ, വേഗം ആയിക്കോട്ടെ. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നേ? ഇനി ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? നമ്മുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് എത്തി, നിങ്ങൾക്ക് അറിയാം എങ്ങനെ. x + 1 × y - 1 നെ നമുക്ക് xy - x + y - 1 അല്ലെ, അതാണ് 540. ഓക്കെ, എങ്ങനെ ചെയ്യണ്ടേ? x × y മൈനസ് x × 1 പ്ലസ് y × 1 മൈനസ് 1 × 1 അല്ലെ. ഇങ്ങനെ എല്ലാവരും ചെയ്യണ്ടേ? ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ്. ഓക്കെ, അതാണ് 540. അങ്ങനെയാണ് രണ്ടാമത്തെ ഇക്വേഷൻ എന്തായി? രണ്ടാമത്തെ ഇക്വേഷൻ എന്താകും? x × y xy x × 1 പ്ലസ് x മൈനസ് 1 × y മൈനസ് y മൈനസ് 1 × 1 മൈനസ് 1 ഈക്വൽ ടു 560. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇതിനകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? xy യുടെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ. ആദ്യം നമുക്ക് xy യുടെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ നമുക്കറിയാം, ഒന്നെങ്കിൽ ഈ 2 ഇക്വേഷനെ നമുക്ക് പ്ലസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവരെ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം കണ്ടുപിടിക്കാനായിട്ട്. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഡിഫറൻസ് കിട്ടും, ഇവിടെ ഡിഫറൻസ് കിട്ടും, ഈ ഡിഫറൻസ് കിട്ടും. പക്ഷെ xy മൈനസ് xy എന്ന് പറഞ്ഞാൽ 0 ആയി പോകും അല്ലെ. xy യിൽ നിന്ന് xy സബ്ട്രാക്ട് ചെയ്താൽ 0 ആയി പോകും. അപ്പൊ നമുക്ക് xy നെ പിന്നെ കണ്ടുപിടിക്കാനുണ്ടോ? ഇല്ല, xy നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. നമുക്ക് xy നെ കണ്ടുപിടിക്കണം. അപ്പൊ xy നെ നമുക്ക് അവിടെ വേണം. അപ്പൊ xy നെ അവിടെ വേണമെങ്കിൽ മൈനസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. മനസ്സിലായോ? xy നെ നമുക്ക് അവിടെ വേണ്ടത് കൊണ്ട് നമ്മളവിടെ പ്ലസ് ചെയ്യണം. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യനില് ഈ xy മൈനസ് ആയിരുന്നു എന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ പ്ലസ് ചെയ്താൽ എന്ത് സംഭവിക്കും? മൈനസ് xy പ്ലസ് xy എന്ന് പറഞ്ഞാൽ അതും 0 ആയി പോയേനെ. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? അവിടെ മൈനസ് ചെയ്താലും നമുക്ക് കിട്ടുള്ളൂ.
അങ്ങനെ ഒന്ന് ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് വേണം കേട്ടോ മൈനസ് ചെയ്യണോ പ്ലസ് ചെയ്യണോ എന്ന് തീരുമാനിക്കാനായിട്ട്. ഇവിടെ ഇപ്പൊ എന്നായാലും എന്താണ് രണ്ടുപേരും പോസിറ്റീവാ, അപ്പൊ അവരെ ആഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ XY അവിടെ നിന്നോളും. അവർ രണ്ടുപേരും പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മൈനസ് ചെയ്താൽ അത് 0 ആയി പോകും. അവരെ നമുക്ക് വേണം, വിട്ടുകളഞ്ഞേക്കില്ല അല്ലെ. അപ്പൊ നമ്മൾ ഇവരെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 0 0 11 1100. പിന്നെ 1 + 1 2 കിട്ടും. y പ്ലസ് മൈനസ് y, അതായത് y മൈനസ് y 0 ആയി പോകും അല്ലെ. ഇത് 0. ഇത് x മൈനസ് x പ്ലസ് x, അതും എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. അപ്പൊ ഈ രണ്ട് ടേമും പോയി. ഇത് പ്ലസ് y, ഇത് മൈനസ് y വാ, അത് 0 ആയ. ഇത് മൈനസ് എക്സും പ്ലസ് എക്സും വാ, ഓപ്പോസിറ്റ് സൈൻസ് അല്ലേ. അപ്പൊ അവർ രണ്ടുപേരും 0 ആയി പോകും. അപ്പൊ ആ രണ്ട് ടേം അവിടെ ഇല്ല. ഇവിടെ എന്തുണ്ട്? xy പ്ലസ് xy, അതെന്തായി? 2xy. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി നോക്കിയേ. സോറി, ഇത് പ്ലസ് അല്ല, 1 + 1 2 മൈനസ് ആണ് ഇവിടെ അല്ലെ. മൈനസ് പ്ലസ് മൈനസ് മൈനസ് ആണ്. അപ്പൊ 2xy മൈനസ് 2 = 1100 എന്ന് കിട്ടി. ഇതിനകത്ത് നമുക്ക് ആരെയാ വേണ്ടേ? xy നെയാ വേണ്ടേ. അപ്പൊ xy ഉള്ള ടേമിനെ മാത്രം ഇവിടെ നിർത്തുക. അപ്പൊ ഇവിടെ 2xy ഇവിടെ നിൽക്കും = ഇപ്പോഴത്തെ സൈഡിൽ ഓൾറെഡി 1100 ഉണ്ട്. ഈ -2 നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +2 ആകും. അപ്പൊ എന്ത് കിട്ടി? 2xy എന്ന് പറഞ്ഞാല് 1102 ആണ്. അപ്പൊ xy എന്താണ്? ഇവിടെ 2 നെ മൾട്ടിപ്ലൈ ചെയ്തേക്കുക, ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആകും. അപ്പൊ 1102 ഡിവൈഡഡ് ബൈ 2 വരും, അതായത് 551 എന്ന് കിട്ടും. അപ്പൊ xy യുടെ വാല്യൂ കിട്ടിയില്ലേ? നമ്മുടെ ആദ്യത്തെ ആൻസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. xy എന്ന് വെച്ചാൽ 551. അപ്പം ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്നാ കണ്ടുപിടിക്കണ്ടേ? x മൈനസ് y എത്രയാണെന്നാ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ എക്സ്പാൻഡ് ചെയ്തെടുത്ത രണ്ട് ഇക്വേഷനെ ഒന്ന് നോക്കുക. ഓക്കെ, അതിനകത്ത് എവിടെയാ x മൈനസ് y വന്നേക്കുന്നത്? xy യുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. x മൈനസ് y ഏത് ഇക്വേഷനകത്താ വന്നേക്കുന്നത്? ഇതിനകത്താ വന്നേക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആ ഇക്വേഷൻ എടുത്ത് അതിനകത്ത് xy യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ x മൈനസ് y അവിടെ നിന്ന് കിട്ടും. അപ്പൊ നമുക്ക് അതൊന്ന് എഴുതി വെക്കാം. നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ ആയിരുന്നു xy പ്ലസ് x മൈനസ് y മൈനസ് 1 = 560 എന്നുള്ളത് അല്ലെ. ഈ ഒരു ഇക്വേഷൻ ഞാൻ എടുത്തു. അതിനകത്ത് xy ഉണ്ട്, അതിന്റെ വാല്യൂ നമ്മൾ 551 ആണ് ഇവിടെ കണ്ടുപിടിച്ചു ഫസ്റ്റിനകത്തുനിന്ന്. അപ്പൊ 551 പ്ലസ് x മൈനസ് y ആണ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ അത് അവിടെ തന്നെ കിടന്നോട്ടെ. -1 = 560. ഓക്കെ, ഇനി നമുക്ക് ആരെയാ വേണ്ടേ? x മൈനസ് y നെയാ വേണ്ടേ. അപ്പൊ ആ x മൈനസ് y ഇവിടെ നിർത്തുക, ബാക്കിയുള്ളവരെല്ലാം നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ അവിടെ ഓൾറെഡി ഒരു 560 ഉണ്ട്. ഇവിടെ 551 അപ്പുറത്തേക്ക് വരുമ്പോ -551 ആകും. ഇവിടെ -1 കൂടെ കിടപ്പുണ്ട്, അവനെ മറന്നു പോകല്ലേ. ഇവിടെ അപ്പുറത്ത് വരുമ്പോ +1 ആകും. ചെയ്ത് നോക്കിയേ, 560 മൈനസ് 551 എത്രയാ? 9 വരും അല്ലെ. 9ന്റെ കൂടെ +1, അതായത് 10. അപ്പൊ എന്ത് കിട്ടി നോക്കിയേ? x മൈനസ് y യുടെ വാല്യൂ 10 എന്ന് കിട്ടി. ഓക്കെ അല്ലെ. ഇതെങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ രണ്ടിടത്തിലേക്ക് നോക്കണം. ഇവിടെ -x + y ആണ്, ഇവിടെ ഡയറക്റ്റ് x മൈനസ് y കിടപ്പുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ xy യുടെ വാല്യൂ നമ്മൾ ഫസ്റ്റിനകത്ത് നിന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പൊ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x മൈനസ് y യുടെ വാല്യൂ കിട്ടും. കിട്ടിക്കഴിഞ്ഞു. ഓക്കെ അല്ലെ. ഇനി നമുക്ക് മൂന്നാമത് x-ന്റെയും y-ന്റെയും വാല്യൂ ആണ് കിട്ടണ്ടേ. അപ്പൊ മൂന്നാമത്തെ നമ്മുടെ x-നെയും y-നെയും കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിലുള്ളത് x-ന്റെയും y-ന്റെയും പ്രോഡക്റ്റും x-ന്റെയും y-യും തമ്മിലുള്ള ഡിഫറൻസും ആണ്. ഓക്കെ, ഇതിന് മുമ്പുള്ള എക്സർസൈസ് ക്വസ്റ്റ്യനകത്ത് x-ഉം y-യും കണ്ടുപിടിക്കാൻ നമ്മൾ രണ്ട് ഐഡന്റിറ്റീസ് യൂസ് ചെയ്തിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ച് ലെങ്തി ആണെന്ന് തോന്നുന്നു അല്ലെ. അത് കുറച്ച് ലെങ്തി ആണ്. പഠിച്ചു വെച്ചവര് അത് തന്നെ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്താലും ഇത് തന്നെ കിട്ടും കേട്ടോ. ഇനി ആ ഒരു മെത്തേഡിന് പകരം ഒരു മെത്തേഡ് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു മെത്തേഡ് അവിടെ യൂസ് ചെയ്താലും സെയിം ആണ്, സെയിം ആൻസേഴ്സ് കിട്ടും കേട്ടോ. അപ്പൊ ഈ രണ്ട് മെത്തേഡിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഇതിന് മുമ്പത്തെ എക്സർസൈസില് മറ്റേ x + 1y² x - y² വെച്ച് ചെയ്ത ആൾക്കാര് പേടിക്കേണ്ട, അത് കറക്റ്റ് ആണ്. അത് വെച്ച് തന്നെ ഇവിടെയും ചെയ്യാം. പക്ഷെ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് മാത്രം നമ്മളിവിടെ പുതിയൊരു ഐഡന്റിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. അപ്പൊ ഇതും നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് xy, അതായത് x-ന്റെയും y-ന്റെയും പ്രൊഡക്റ്റും ഉണ്ട്, x-ഉം y-യും തമ്മിലുള്ള ഡിഫറൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ x + y കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു പുതിയ ഐഡന്റിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പുതിയ ഐഡന്റിറ്റി പഠിക്കാൻ വേണ്ടി പോവാണ്. അതാണ് x + y² = x - y² + 4xy. പഠിച്ചേ? x +
y the whole square is equal to x minus y the whole square plus 4xy. ഇതിനു മുമ്പിലത്തെ എക്സർസൈസ് ക്വസ്റ്റ്യൻ അകത്തും എക്സ് വൈയും നമുക്കറിയാം, എക്സ് മൈനസ് വൈയും നമുക്കറിയാമെങ്കിൽ എക്സ് പ്ലസ് വൈ കണ്ടുപിടിച്ചിട്ട് എക്സും വൈയും കണ്ടുപിടിക്കാനുള്ള കുറെ പ്രോബ്ലം നമ്മൾ ചെയ്തായിരുന്നു ഈ ഒരു ചാപ്റ്ററിൽ. അവിടെയും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിനകത്ത് എക്സ് വൈയും ഉണ്ട്, എക്സ് മൈനസ് വൈയും ഉണ്ട്. അപ്പൊ എക്സ് മൈനസ് വൈനെയും എക്സ് വൈനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡന്റിറ്റിയാണിത്. അപ്പൊ ഇതൊന്ന് കാണാൻ പാഠം പഠിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ മറ്റേ ക്വസ്റ്റ്യൻസും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തറിയാം? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 4xy. ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി. എക്സ് മൈനസ് വൈ നമുക്ക് 10 ആണുണ്ട്. അപ്പം 10ന്റെ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എക്സ് വൈ 551 ആണുണ്ട്. ഓക്കെ, 10ന്റെ സ്ക്വയർ 100, അതായത് 10 ഇൻറ്റു 10 100 പ്ലസ് 4 ഇൻറ്റു 551 എത്രയാ? 4 2204 ആണ്. ഓക്കെ, ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2304 കിട്ടും. അപ്പം എക്സ് പ്ലസ് വൈയുടെ ഹോൾ സ്ക്വയർ ആണ് എന്ത്? 2304. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ എത്രയാണ്? റൂട്ട് ഓഫ് 2304 ആണ്, അല്ലെങ്കിൽ 48 ആണ്. ഇനി നിങ്ങൾ ഓർക്കും, ഇതെങ്ങനെയാ പെട്ടെന്ന് റൂട്ട് ഓഫ് 2348 എന്നാണ് കിട്ടിയേ? എങ്ങനെയാ നമ്മൾ റൂട്ട് കണ്ടുപിടിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നു? 2304 നമ്മൾ എന്ത് ചെയ്യും? ഫാക്ടറൈസ് ചെയ്യും അല്ലെ? 2 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1152. നിങ്ങൾക്ക് സംശയമുണ്ടോ? ഡിവൈഡ് ചെയ്ത് നോക്കണേ. 2304 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോഷ്യന്റ് ഇതായിരിക്കും. എഗെയിൻ ഇതൊരു എന്താണ്? ഈവൻ നമ്പർ ആണ്. അപ്പൊ അങ്ങനെ വീണ്ടും 2 വെച്ച് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 7 2s are 14 6 576 എന്ന് കിട്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ. പിന്നെ ഇതിനെ 2 വെച്ച് ചെയ്യാം, കാരണം ഇതും ഈവൻ നമ്പറാണ്. അപ്പോ 2 2s are 4 8 2s are 16 8 2s are 16. അപ്പൊ നമുക്ക് 288 എന്ന് കിട്ടും. എഗെയിൻ അത് ഈവൻ നമ്പറാ, 2 വെച്ച് ചെയ്യാം. 1 2s are 2 4 2s are 8 4 2s are 8 144 എന്ന് കിട്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ. വീണ്ടും ഇതിനെ 2 വെച്ച് ചെയ്യാലോ. അപ്പൊ എന്ത് കിട്ടും? 7 2s are 14 2 2s are 4 72 കിട്ടും. എഗെയിൻ 2 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 3 2s are 6, അവിടെ ഒരു റിമൈൻഡർ വരും 1 12 6 2s are 12 എഗെയിൻ 2. അപ്പോ 1 2s are 2 16 എന്ന് വരും. അപ്പോ 8 2s are 16 എന്ന് വരും അല്ലെ? അപ്പൊ എഗെയിൻ 2 9 വരും അല്ലെ? 9നെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 9 ഒരു ഈവൻ നമ്പർ അല്ല. അപ്പൊ ഏത് വെച്ചാൽ ചെയ്യാൻ പറ്റുക? 3 വെച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 3 3s are 9, അപ്പൊ 3. പിന്നെ 3 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇതിനകത്തുനിന്ന് ഓരോ പെയറിനകത്തുനിന്ന് ഒരാളെ പുറത്തെടുക്കുക. 2 2 2വിന്റെ ഒരു പെയറിനകത്തുനിന്ന് ഒരു 2നെ പുറത്തെടുത്തു. അടുത്ത 2 2വിനകത്തുനിന്ന് ഒരു 2നെ പുറത്തെടുത്തു. അടുത്തതിനകത്തുനിന്ന് ഒരു 2നെ പുറത്തെടുത്തു. ഇവിടുന്ന് അടുത്ത 2നെ പുറത്തെടുത്തു. ഇവിടെ 2 3 ആണുള്ളത് കൊണ്ട് ഒരു 3നെ പുറത്തെടുത്തു. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 2 4 4 2s are 8 8 2s are 16 16 into 3 48. കിട്ടിയില്ലേ? അപ്പോ 2304ന്റെ റൂട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? 48. അതല്ലെങ്കിൽ 48 into 48 ആണ് 2304. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് പ്ലസ് വൈ കിട്ടി. അപ്പോ ഈ ഒരു ഐഡന്റിറ്റി നമ്മൾ കാണാതെ പഠിച്ചു വെച്ചാലേ ഇത് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഈ ഐഡന്റിറ്റി അല്ലാതെ നമുക്ക് മറ്റേ വേയില്, ഇതിന് മുമ്പിലത്തെ വീഡിയോസിൽ ചെയ്ത വേയിലും ചെയ്യാം. അത് കുറച്ച് ലെങ്തി ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ചെയ്തേട്ടോ. അപ്പൊ അതും ഇന്ന് വെച്ച് ചെയ്ത് നോക്കണേ, കുറച്ച് ലെങ്ത് കൂടിപ്പോണ്ടല്ലോ. ഓക്കെ, അപ്പൊ 48 നമുക്ക് കിട്ടി. ശരി, നമുക്കിപ്പോ എന്തൊക്കെയുണ്ട്? എക്സ് പ്ലസ് വൈയും ഉണ്ട്, എക്സ് മൈനസ് വൈയും ഉണ്ട്. എക്സ് പ്ലസ് വൈ 48 ആണ്, എക്സ് മൈനസ് വൈ 10 ആണ്. ഓക്കെ, ഇതിനെ ആഡ് ചെയ്യാം, സബ്ട്രാക്ടും ചെയ്യാം. നമുക്ക് ആഡ് ചെയ്താലും ആൻസർ കിട്ടും, സബ്ട്രാക്ട് ചെയ്താലും ആൻസർ കിട്ടും. നമുക്ക് ആഡ് ചെയ്തേക്കാം. അപ്പൊ 48 പ്ലസ് 10 58 എന്ന് വരും. y മൈനസ് വൈ 0, എക്സ് പ്ലസ് എക്സ് 2x. ഓക്കെ, അപ്പൊ 2x ഈക്വൽ ടു 58 എന്ന് കിട്ടും. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ 58/2 കിട്ടും അല്ലെ? 2 2s are 4 9 2s are 18 29. എക്സിന്റെ വാല്യൂ 29. ഇനി ഇതിൽ എവിടെയെങ്കിലും എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യത്തെ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് 29 ആണെങ്കിൽ 29 പ്ലസ് വൈ ആണ് 48. അപ്പൊ വൈയുടെ വാല്യൂ എത്രയാ? 48ന്ന് 29 കുറയ്ക്കുന്നത്, അതായത് 19. വൈയുടെ വാല്യൂ എത്രയാ? 19 കിട്ടും. അപ്പൊ
നമ്മളുടെ എക്സിന്റെ വാല്യൂ 29ഉം വൈയുടെ വാല്യൂ 19 കിട്ടും. അപ്പൊ അതായിരുന്നു നമ്മുടെ ആൻസർ. എക്സും നമുക്ക് കിട്ടി, വൈയും നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ഐഡന്റിറ്റി നമ്മൾ കാണാതെ പഠിക്കണേ, എന്നിട്ട് ചെയ്താൽ മതി. ഈസി ആണല്ലേ? അപ്പൊ നമുക്ക് എക്സിന്റെയും വൈന്റെയും പ്രോഡക്റ്റും എക്സും വൈയും തമ്മിലുള്ള ഡിഫറൻസ് തന്നിട്ടുണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ആണിത്. ഇത് കാണാതെ പഠിക്കുക. അവിടെ നമുക്ക് എക്സ് പ്ലസ് വൈനെ കിട്ടും. എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എക്സിനെയും വൈനെയും കണ്ടുപിടിക്കാനായിട്ട് അവരെ തമ്മിൽ ആഡ് ചെയ്യുവോ സബ്ട്രാക്ട് ചെയ്യുവോ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ.